നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും തമിഴ്നാട് ബോർഡല്ലേ. ഞങ്ങൾ ചെട്ടിനാട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാഞ്ചീപുരമൊക്കെ പോകാനായിട്ടിരുന്നു. പിന്നെ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെട്ടിനാട് ഒരു നെയ്ത്ത് ടീമിനെ കിട്ടിയിട്ട് ഒരു വില്ലേജിൽ, വില്ലേജല്ലേ അത്, ഒരു ഗ്രാമത്തിൽ കുറേ പലതരം സാരികൾ നെയ്ത് കൊടുക്കുന്ന ഒരു നെയ്ത്തുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി, അവിടെ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സാരികൾ, ചെട്ടിനാട് ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സാരികൾ പോകുന്നത്. അപ്പം നമുക്ക് കേരളത്തിൽ വരുന്ന സാരികൾ പോലും അവിടെ നിന്നാണ് പോകുന്നതെന്ന് ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയിട്ട് കുറച്ച് സാരികൾ എടുക്കാമെന്നും പറയാണ് നമ്മുടെ പ്ലാൻ. ചെട്ടിനാട് പ്ലസ് പിന്നെ എന്തെന്ന് തിരുവണ്ണൽപ്പട്ട് അങ്ങനെ എന്തോ ഒരു പേര്, അങ്ങനെയൊക്കെ മയിൽപ്പട്ട്, തമിഴ്നാട് മയിൽപ്പട്ട്, പിന്നെ സുങ്കിടിപ്പട്ട്, കാഞ്ചി കോട്ടൺ, അങ്ങനെയൊക്കെയുള്ള കുറേ സാരികൾ അവിടെ നിന്നാണ് വേവ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയി കുറച്ച് സാരികൾ എന്തായാലും എടുത്തിട്ട് വരാം. നമ്മൾ ഈ മെറ്റീരിയൽ കുഴപ്പമില്ല, പോകുന്നുണ്ട്. നമുക്ക് ഈ കോഡ് സെറ്റുകളൊക്കെ എടുത്താലാണ് വലിയ ബുദ്ധിമുട്ട് കേട്ടോ. കാരണം അതിൻ്റെ XL, XXL ഒക്കെ പോവും, ലാർജും പോവും, മീഡിയം സ്മോൾ ഒന്നും പോകത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്മോൾ ഒട്ടും പോകത്തില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ ബാക്കി ബാലൻസ് ഇരിക്കുന്നത് കോഡ് സെറ്റിൻ്റെ സ്മോൾ സൈസാണ്. അപ്പോൾ ഇനി കോഡ് സെറ്റ് എടുക്കണോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സാരിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി സാരിയുടെ കളക്ഷൻസൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് തിരുനെൽവേലി എത്താറായിട്ടുണ്ട്. ചായ കുടിക്കാനായിട്ട് തിരുനെൽവേലി കഴിഞ്ഞാൽ ഞാൻ ഉറക്കമായിരുന്നു. ഞാൻ മെനിങ്ങാന്ന് നമ്മൾ ബീഫ് കഴിക്കാൻ പോയതിൻ്റെ ക്ഷീണം 2 ദിവസമായിട്ട് തലവേദനയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ കാറിൽ കയറി നല്ല പോലെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഇപ്പോൾ തലവേദനയൊക്കെ മാറി രക്ഷപ്പെട്ടു. എനിക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ പറയുന്നത് പോകണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞെന്നെങ്കിലും ഇപ്പോൾ തലവേദനയൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് പോകണം. പിന്നെ ഇന്ന് മുതൽ ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഏട്ടൻ ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ഏട്ടൻ്റെ മോനൊക്കെ ഡയറ്റ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഏട്ടൻ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഞാൻ ചായ ഒന്നും കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി നമ്മുടെ എന്തൊക്കെ വെറൈറ്റി സാരീസ് ഉണ്ട്, സാരി കളക്ഷൻസ്, എന്തായാലും കുറച്ച് ചെട്ടിനാട് സാരിയൊക്കെ എടുക്കും. ഇനിയിപ്പോൾ വൃശ്ചിക മാസം കല്യാണ സീസണൊക്കെ വരുമല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു കല്യാണ സാരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് അന്ന് എടുത്ത പോലത്തെ ആ സാരിയൊക്കെ നല്ല സാരി കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാരീസ് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ വിശേഷം എന്നുള്ളത്. ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴ കേട്ടോ. നല്ല ഭയങ്കര മഴയായിരുന്നു. ഒരു 5 മണിക്ക് തുടങ്ങിയ മഴ 8-9 മണി വരെയും മഴയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മധുര എത്താറായി, അതുവരെയും മഴയുടെ ഒരു ലക്ഷണമില്ല. ഇപ്പം പക്ഷേ 7 മണിയായി, നല്ല മഴക്കാറ് കൊണ്ട് മൂടി നിൽക്കുകയാണ്. അപ്പം മഴ ഉറപ്പായിട്ടും ഇവിടെയും കാണും. കണ്ടോ, നല്ല കിടിലം മഴക്കാറ്, ഉറപ്പായിട്ടും മഴ പെയ്യും. കഥകളിക്ക് പോകുന്ന ഏട്ടൻ എന്ത് തിരിഞ്ഞിരിക്കുന്നത്? കഥകളി, തെയ്യം, തമിഴ്നാട് കാര്യങ്ങളുണ്ട്. ഓ, അതിശയിച്ച് പോകും തമിഴ്നാട്ടുകാർ ഇത് എവിടെ നിന്ന് വന്നേന്ന്. മഴ തുടങ്ങി പൊടിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഭീകര മഴ വരും. അത് മഴക്കാറ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. റോഡിന്ന് തിരക്കും കുറവ്. പിന്നെ 7 മണി ആയതേ ഉള്ളൂ, അത് വേറെ കാര്യം. ശരിക്കും നമ്മൾ കാഞ്ചീപുരം പോകാൻ നിന്നിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണം വേദയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. 1-2 ദിവസത്തിൽ കൂടുതൽ എനിക്ക് അവിടെ വേദ നിർത്താനും പറ്റത്തില്ല. ഇപ്പം നെട്ടയത്താണ് വേദ നിൽക്കുന്നത്. ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും കൊണ്ടുപോകണം. പിന്നെ ഓട്ടോ വിളിക്കണം, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കാഞ്ചീപുരം അതുകൊണ്ട് പോകണ്ടെന്ന് കരുതി അങ്ങ് ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെട്ടിനാട് പോയവരെ ഒന്ന് ജസ്റ്റ് വിളിച്ച് സാരീസൊക്കെ, ഇപ്പോൾ ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് കളക്ഷൻസൊക്കെ പുതിയത് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരുടെ പരിചയമുള്ളവർ ഇങ്ങനെ നെയ്ത്ത് തരുന്നവർ കഴിഞ്ഞവർ പോയി എടുത്തു എന്ന് തോന്നണം. അവിടെ അവർ എല്ലാതരം സാരീസും അവിടെയാണ് നെയ്യുന്നത്. ഒന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി. അടിപൊളി മഴ ഗൈസ്, അടിപൊളി മഴ. നമുക്ക് ഇറങ്ങി തുണികളൊക്കെ എടുക്കാൻ പറ്റുമെന്തോ, കയറി ഇറങ്ങി അന്വേഷിച്ചൊക്കെ എടുക്കണ്ടേ. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തി, വിരുദ്ധാന്നൊക്കെ. അപ്പോൾ എനിക്ക് 7:30 ഒരു ഡ്രിങ്ക് ഉണ്ട്. ഫുഡ് കഴിക്കുന്നതിനും കുടിക്കുന്നതിനൊക്കെ ടൈമിങ്സ് ഉണ്ട് കേട്ടോ. ഒരു വെയിറ്റ് ലോസ് ജീരക വെള്ളം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ബാഗൊക്കെ പാക്ക് ചെയ്താണ് വന്നത്. കാരണം അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ നേരെ
കാഞ്ചീപുരം, ചെന്നൈ അങ്ങനെയൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ജീരകവെള്ളം ഞാൻ ഇട്ട് കൊണ്ടുവന്നു. അത് നമുക്കെടുത്ത് കുടിക്കാം. ഇരിക്കട്ടെ, മലയാളികൾ മട്ടുംതാ പാക്കുള്ളൂ, തമിഴും കാണുമല്ല. ആ, അവരെൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ ചോദിച്ചു. நீங்க இருக்கட்டுமே, தமிழ்ல யாருமே பார்க்கவே இல்லை என்னோட சேனல், கேரளா மட்டும். கேரளால யாருக்குமே உங்களை தெரியாது. பேர் என்ன? உங்க பேர் என்ன? இங்க பக்கத்துல ஊரு. நாளை வரும், பார்க்கணும். சப்ஸ்கிரைப் பண்ணணும் கேட்டா, சப்ஸ்கிரைப் பண்ணணும். செல்ஃபி. கார்டு போட்டு வா, அவ தனியா ഫോട്ടോ എടു. ഫേസ്ബുക്ക് കൂടെ വരും, ഫേസ്ബുക്കിലും വരും. എന്ത് സ്നേഹം നോക്കി, എന്നെ അറിയാൻ പോലുമില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊന്ന് ഓപ്പൺ തന്നെ കണ്ടു. നമ്മള് ബാഗൊക്കെ കൊണ്ടാണ് വന്നത്. എൻ്റെ ഡ്രിങ്ക് ഫുഡ് 9:30-ക്കാണ് കഴിക്കാനുള്ളത്. 7:30-ക്കാണ് ഈ ഡ്രിങ്ക് ഉള്ളത്. പക്ഷെ 9:30-ക്ക് നമ്മൾ 9:15 നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് സമയം നോക്കി ഫുഡ് കഴിക്കൽ പറ്റില്ല. വിൽ ട്രൈ. എന്തൊക്കെ അല്ലേ, എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല. എല്ലാവരും പറഞ്ഞ് തീറ്റ കുറച്ചാൽ മതിയെന്ന്. തീറ്റയൊന്നും വലിയ രീതിയിലല്ല, ഉള്ള ദിവസം കഴിക്കും, ഇല്ലാത്തപ്പോൾ ഇല്ല, അത്ര തന്നെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ചെട്ടനാടിൽ തിരിഞ്ഞ് കയറാനുള്ളടമായ കേട്ടോ. ഇതിന് ഇവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് പോവുകയാണ്. പിന്നെ ചിലപ്പോൾ ഫുഡ് കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഇവിടെ കയറി കഴിക്കാമെന്ന് കരുതി. 7:45 ആയുള്ളൂ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 9:30 ആണ്. ഇപ്പം 7:45 ആയുള്ളൂ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു ട്രാവലിംഗ് ആയതുകൊണ്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് 5 സോക്ഡ് ബദാം ഇത് കഴിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. എന്ത് കിട്ടുമെന്നും അറിയില്ല, ഉള്ളത് കഴിച്ചോളാൻ പറഞ്ഞു. ഒരു 2 ഇന്നിപ്പോൾ തിരിച്ച് വീടെത്തുമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചാൽ വീണ്ടും അങ്ങനെ നാളെ നീണ്ടു പോകും. അതുകൊണ്ടാണ് ഒരുമിച്ച് പോകാമെന്ന് കരുതിയത്. പറ്റുന്നത് പോലെ ഡയറ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇഡ്ഡലി പറഞ്ഞു, ഏട്ടൻ ദോശ പറഞ്ഞു. ഒരു സെറ്റ് ഇഡ്ഡലിയുടെ 2 വരെ. അവർ 2 കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ 1 കഴിക്കുള്ളൂ, നോക്കട്ടെ. കേസരി അവർ ചോദിക്കാണ് കേസരി പിടിക്കാതാന്ന്. ഞാൻ പറയും കുടിക്കും, ഡയറ്റ് ആണ് അപ്പടിയാന്ന്. എന്തോന്ന് ക്യാരറ്റ് വെച്ച് ചട്നിയൊക്കെ പല വെറൈറ്റി ചട്നി ഉണ്ട്. അവർ വന്നിട്ട് എന്താ ചോദിക്കാതെ നമുക്ക് ക്യാരറ്റ് വെച്ചേക്കും. സാമ്പാറും എന്തോ 1 ടീസ്പൂൺ കോക്കനട്ട് ചട്നി എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ടൊമാറ്റോ ആണോ? പുതിന, അത് കോക്കനട്ട്, സാമ്പാറും. അതിനെന്തൊന്നായിട്ട് എന്നെ ഡയറ്റ് ചെയ്യാൻ സമ്മതിക്കൂലേ? ചെയ്യുന്നവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമല്ലോ. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും മാറില്ലേ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെല്ലാം വലിച്ചേർക്കുന്നതാണോ? ഗീ റോസ്റ്റ്. ഇത് എന്നാ ചട്നി? അല്ല കോക്കനട്ട് இருக்கா? ഇതിൽ இருக்கா? ഇതിൽ തക്കാളി മട്ട് മധുരമുള്ള സാമ്പാർ. ശർക്കര ഇട്ടതാ. നോക്ക്, മുളക് കടുക് പൊട്ടിച്ചിട്ടേക്കണം, മുളക്. ഇത് വെളുത്തുള്ളി ഇത് വേണോ പൊടി? ഇഷ്ടപ്പെട്ടില്ലേ? വീട്ടില് ദോശയുടെ വേണ്ടേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാം, കറിയില്ലാത്തപ്പോൾ കൂട്ടി മുക്കി കഴിക്കാം. സോറി
ചട്നിയൊക്കെ ഇരിക്കുകയായിരുന്നു, ചമ്മന്തിപ്പൊടിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് വാ കഴുകിയതും ആ കഴിച്ചതിൻ്റെ ഇതെല്ലാം പോയി. ഇതൊന്ന് വൃത്തികെട്ട വെള്ളം. കഴിച്ച ഫുഡ് അത് കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഡയറ്റീഷ്യൻ പറഞ്ഞ് സാമ്പാറിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിക്കാൻ. അപ്പോൾ സാമ്പാറിൽ വെജിറ്റബിൾസ് ഞാൻ മുക്കിക്കോരി സാധാരണ കഴിക്കില്ല വെജിറ്റബിൾസ് സാമ്പാറിൽ. പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഒരു കുഞ്ഞ് ക്യാരറ്റിൻ്റെ കഷ്ണം മാത്രം കിട്ടി. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. കഴിച്ചിട്ട് വാ കഴുകി ആ കഴിച്ചതെല്ലാം പോയി. ഇനി നേരെ ആ ഗ്രാമത്തിലേക്ക് നമുക്ക് പോവാം. മാപ്പ് ഇട്ട് തന്ന ഗ്രാമത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പക്ക ഒരു ഗ്രാമം വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗ്രാമം. ഈ എന്താണ് ആൾക്കാരൊക്കെ പോണത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈക്കിളിലൊക്കെ പോകണം, കൃഷിയും പനയും ഒക്കെ ഉള്ള ഒരു ഗ്രാമം. ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ. രാവിലെ പണിക്ക് പോണ ചേച്ചിമാര്. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ വരെയല്ലേ കൃഷി. ചോളം, ഇവിടെയും ചോളമൊക്കെ ആണെന്ന് തോന്നുന്നു. നിറയെ വേറെ എന്തൊക്കെയോ കൃഷികൾ ചെയ്തിട്ടേക്കുന്നത് കണ്ടായിരുന്നു. അതാ കണ്ടോ, തക്കാളിയൊക്കെ കൃഷി കണ്ടു. നമ്മളവിടെ നിന്നൊക്കെ കയറി, ഗ്രാമത്തിൽ നിന്ന് കയറി വേറൊരു ഗ്രാമത്തിൽ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല തിരക്ക് പിടിച്ച ഒരു നഗരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് സ്ഥലം ഒരു പിടിയും കിട്ടാനില്ല. നല്ല പ്രകൃതി രമണീയത തൂവിത്തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലം. നമ്മൾ അന്ന് പോയ റൂട്ടല്ല കേട്ടോ, വേറെ മാറിയാണ് പോകണമെങ്കിൽ. കശുവണ്ടി ഫാക്ടറി നമ്മൾ കണ്ടാണ്. കശുവണ്ടി ഫാക്ടറി ഇല്ല, കശുവണ്ടി ചുട്ടു നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതുവഴിയല്ല പോകണം. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് വന്നത് കേട്ടോ. കശുവണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇത് നമ്മൾ വേറെ ഏതോ റൂട്ട് വഴിയാണ് പോകുന്നത്. നോക്കൂ ഗൈസ്, നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ കയറി പോകണം തോന്നുന്നു. ഇതെവിടെ നമ്മൾ പോണത്? നല്ല രസമുള്ള സ്ഥലം. ആ ലെവൽ ക്രോസ് നടക്കുന്നതിന് മുമ്പ് കയറിയതാണ്. എന്തായാലും കൊള്ളാമല്ല സംഭവം. നമ്മളിവിടെ എത്തി കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നിറയെ ഇങ്ങനെ ഹാൻഡ്ലൂമിൻ്റെ ഒക്കെ ഫോട്ടോ, ഇങ്ങനെ നെയ്ത്തിൻ്റെ ഒക്കെ ഫോട്ടോയും കുറേ വീടുകൾ പോലെ ചെറിയ ഇത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നെയ്യണ ശബ്ദം കേൾക്കാം. നമുക്ക് ഉള്ളിൽ കയറി നോക്കാവേ. ഇതിനകത്താണ് എല്ലാവരും നെയ്ത് സാധനങ്ങളൊക്കെ മടക്കി ഇവിടെ വന്നപ്പോൾ വലിയൊരു എന്താണ് ഇൻഡസ്ട്രി പോലെ കേട്ടോ. നിറയെ നെയ്ത്തുകാരൊക്കെ ഇരിച്ച് നെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തോട്ടോ എന്ന് വെച്ചപ്പോൾ അവർ എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം നെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലും മറ്റ് സാധനങ്ങളുമാണ്. ആ സൈഡിലാണ് നെയ്ത്ത് അതിൻ്റെ ഫാക്ടറി എന്ന് പറയുന്നത്. അവർ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ എടുക്കാത്തത്. ഇവിടെ കയറിയപ്പോൾ കൂടുതലും നമ്മുടെ ചെട്ടിനാട് സാരീസാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് കേട്ടോ. ഞാൻ ഈ കല്യാണി കോട്ടൺ പോലുള്ള സാരീസൊക്കെ എടുക്കാനായിട്ടാണ് വന്നത്. അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് സാരീസ് ഇഷ്ടമായി, കളക്ഷൻസൊക്കെ ഉണ്ട്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. കുറച്ച് സാരീസ് ഇഷ്ടമായി. അപ്പോൾ ഈ ഇഷ്ടമായ സാരീസ് കുറച്ച് മാറ്റി വെച്ചിട്ട് കല്യാണി കോട്ടനൊക്കെ ഇവിടെ കിട്ടുമെന്ന് വെച്ചപ്പോൾ സേലത്ത് കുറച്ച് അവൈലബിൾ ആണ്. കുറച്ചല്ല, നല്ല രീതിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ പോയി നോക്കുമെന്ന് പറഞ്ഞു. സേലം ഈ റോഡ് ഒക്കെ ഉണ്ടാവും. കല്യാണി കോട്ടനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം കൂടി എടുക്കണമെന്ന് കരുതി അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് സാരീസ് നമുക്ക് വേണ്ടതെല്ലാം നോക്കി. കുറച്ചല്ല കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. കാശ് കൂടിയതും കാശ് കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനം, ഞാൻ ഏതെടുത്താലാണോ നിങ്ങൾ വാങ്ങുന്നത് അതനുസരിച്ചിട്ടുള്ള സാധനമല്ലേ എനിക്ക് വാങ്ങാൻ പറ്റൂ. അങ്ങനെ കുറച്ച് സാരീസ് എടുത്തു. നോക്കിക്കേ, ഇതുപോലെ നമ്മൾ മടക്കൽ അതാണ്. നിവർത്തിയാൽ നമ്മളെ കൊണ്ട് ഇതുപോലെ മടക്കാൻ പറ്റത്തില്ല. അതാണൊരു പ്രശ്നം. അതാണ് ഞാൻ നിവർത്തി അധികം വീഡിയോസ് ചെയ്യാത്തത്. ഒരു സ്റ്റിക്കൊക്കെ വെച്ച് നോക്കിക്കേ. ഇങ്ങനെയാണ് സാരികൾ നെയ്ത്തുശാലയിൽ മടക്കുന്നത്. കണ്ടോ, നമ്മൾ തലകുത്തനെ നിന്നാൽ ഇതുപോലെ ഓപ്പൺ ചെയ്താൽ പിന്നെ മടക്കാൻ പറ്റത്തില്ല. വാവ്. സോ നമ്മൾ ആ കടയിൽ കയറിയിട്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും ചെട്ടിനാട് സാരീസാണ് ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് കല്യാണി കോട്ടൺ അങ്ങനെയൊക്കെയുള്ള സാരീസ് എടുക്കാൻ നോക്കിയപ്പോൾ കല്യാണി കോട്ടൺ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സേലം വിടുകയാണ്. സേലത്ത് പോയി ഒന്ന് നോക്കിയ ശേഷം ഇവിടെ കുറച്ച് സാരീസ് എടുത്ത് വച്ചിരിക്കുകയാണ്. സേലത്തും ഉള്ള സാരികളും നോക്കി ഇതും തിരിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് സാരീസ് എടുത്തുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നമ്മളിനി സേലം വരെ ഇതും ചുമന്നുകൊണ്ട് പോകണം. തിരിച്ച് നമ്മൾ എന്തായാലും ഈ റൂട്ട് വഴി ആയിരിക്കും വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഇവിടെ നിന്ന് സാരി എടുത്ത് സേലത്തുനിന്നും സാരി എടുത്ത് കുറച്ച് കല്യാണി കോട്ടൺ, അവിടെ സേലത്ത് അവിടെ കാഞ്ചീപുരം സാരീസ് നെയ്യുന്ന ഇതുണ്ടെന്ന് ഇവർ തന്നെ പറഞ്ഞു കേട്ടോ.
അപ്പോൾ എങ്കിൽ പിന്നെ ഒന്ന് കാഞ്ചീപുരം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കിട്ടുകയാണെങ്കിൽ കുറച്ച് കാഞ്ചീപുരം സാരിയും ഈ കല്യാണി കോട്ടനും കുറച്ച് ചെട്ടനാട് കോട്ടനും എല്ലാം കൂടി എടുക്കാമെന്ന് കരുതി ഒരു നീണ്ട യാത്രയിലാണ് നമ്മൾ. അതുകൊണ്ട് ഓൾറെഡി ഞാൻ പറയില്ല, ബാഗൊക്കെ പാക്ക് ചെയ്താണ് വന്നത്. എന്തായാലും കുറച്ച് വെറൈറ്റി സാധനങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ വരക്കം. മറ്റേ നമ്മൾ എപ്പോഴും നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ എടുക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ അധികമൊന്നും എടുത്ത് വയ്ക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി നമ്മുടെ ചെട്ടിനാട് സാരീസിന് നമ്മൾക്ക് സത്യം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്ന് പുതിയ കുറച്ച് വെറൈറ്റീസൂടെ കൊണ്ടുവന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ യാത്ര. ഇതാണ് വാഗൈ ഡാം. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വൈഗൈ ഡാം അങ്ങനെയുണ്ട്. കൊള്ളാം കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തെ ഡാം പോലെ അല്ല. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കും. സേലം 2 தண்ணி நிறைய உள்ளது கொடுங்க. எவ்வளோ கறிக்கு? கறிக்கு எவ்வளோ? கறிக்கு 70 ரூபா 60 ரூபா. நல்ல வெள்ளம் கூடுதல். மதுரை இவ்வளவா? அது செம்படுமா உட்கார்ந்தேன். பரவாயில்ல வண்டியிலே உட்கார்ந்து. അതെ വണ്ടിയിലെ ഉட்கார்ந்து വന്നത്. കേരള வந்து உட்கார்ந்து வர்றது. என்ன கேரளா நிறைய வருது. அங்க என்ன விசேஷம்? ஒண்ணுமே இல்ல. கேரளா பஸ்ல 4 5 6 வண்டி வருது. இந்த மாதிரி போதும். இந்த மாதிரி போதும். മധുര ഇല്ല. ഈ ചേട്ടാ എന്തോന്ന് കാണിക്കണത്? ഇത് തേങ്ങ ആവാറായത്. ഹെൽത്തി കരിക്ക്. അത് കരിക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കരുതി തേങ്ങയായിരുന്നു, പക്ഷെ അല്ല. ആ തേങ്ങ അപ്പത്തിന് അരയ്ക്കാൻ കൊള്ളാം. വെള്ളം ഉണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നു. തേങ്ങ കേരളം തന്നെ പറഞ്ഞത് കരിക്ക് തമിഴ്നാട്ടിൽ നിന്നാ? ഇങ്ങെന്താ കേരള വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് വിൻഡ് മില്ലിന്റെ ലീഫാണ് ഈ കൊണ്ടുപോകുന്നത്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും പോകുമ്പോൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. രാത്രിയാണ് സാധാരണ ഇതും കൊണ്ട് പോവാറ്. ഇന്നിപ്പോൾ അതേ പകല് കൊണ്ടുപോകുന്നു. ഫുൾ ഒരു മൂടി ക്ലൈമറ്റ് ആട്ടോ. ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടപ്പുണ്ട്. മഞ്ഞുമലകൾ പോലെ മലകളൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം മഞ്ഞ് മൂടി കിടക്കാട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് നല്ല നല്ല രസമുണ്ട്. കണ്ടോ, മലകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നു. എന്നാൽ മഞ്ഞുണ്ടോയെന്ന് ചോദിച്ചാൽ മഞ്ഞില്ല. ചില സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുമ്പോൾ ഈ ഡബിൾ ട്രാക്ക് വഴിയായിരിക്കും 2 വഴിയിൽ കൂടെ പോകുന്ന വണ്ടികളും വിടുന്നത്. അങ്ങനെ ഒറ്റ സൈഡിൽ കൂടെ വിടുകയാണ്. അവിടെ ഒരു വിൻഡ് മിൽ പോകുന്ന ഒരു ലോറി ഫ്രണ്ടിൽ പോയത് ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ്. കണ്ടോ, നമ്മളെപ്പോഴേ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കണമെന്നറിയോ? വിൻഡ് മിൽ ലോറി ഫുൾ വണ്ടികളും ബ്ലോക്കാക്കി പതിയെ ആമ പോകും പോലെ പോവുകയാണ്. ആ വിൻഡ് മില്ലിൻ്റെ വണ്ടിക്ക് എസ്കോട്ട് പോകുന്ന വണ്ടി കേട്ടോ. അതായത് എത്ര സമയത്തിൻ്റെ പുറകെ ഇങ്ങനെ കിടക്കണമെന്നോ. ഫൈനലി നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കയറി. അവർ റെഡ് കൊടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കയറാൻ സമയം. അല്ലാതെ ഇതിൻ്റെ പുറകെ പോക്ക് നടക്കില്ല. കാരണം അത് 2 വണ്ടികളും 2 സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ പോയെന്നൊന്നും നമ്മൾ ഒരിടത്തും എത്തൂല, ഒരു വണ്ടിയും എത്തില്ല. കണ്ടോ, വിൻഡ് മില്ലിൻ്റെ ലീഫ് വരിയായിട്ട് അടുക്കിയിട്ടേക്കുന്ന ഈ വണ്ടികളെല്ലാം ഇനി ഒരു രാത്രി 8 മണിയൊക്കെ ആകുമ്പം ഇറങ്ങും കേട്ടോ. ആ 2 വണ്ടികൾ എന്താണത് സാധാരണ രാത്രിയാണ് പോകുന്നത്. ഇപ്പോൾ പകല് അത് പോകുന്നു. ഒരു ഹോട്ടൽ ആകാശ്. ഇവിടെ എല്ലാം ഇറങ്ങണ്ടേ, 1:30 ആയി.
വിശക്കും. കൊള്ളാമോ നോക്കട്ടെ. ആകാശമല്ല അക്ഷയ ലുക്കില്ല. അപ്പുറത്തൊരു സുമതി ഹോട്ടലിൻ്റെ വലിയ ഉണ്ട്, ഹോട്ടൽ ആനന്ദാസ്. നോൺ വെജ് വേണമെങ്കിൽ അപ്പുറത്ത് സുമതിയിൽ നോൺ വെജ് ഒക്കെ ഉണ്ട്. ചായ കുടിക്കാൻ ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ ഇറങ്ങിയില്ല. അപ്പുറത്ത് നോൺ വെജ് ഒക്കെ കിട്ടുന്ന കടയുണ്ട്. എനിക്ക് വെജ് മതി, ഡയറ്റല്ലേ. ചപ്പാത്തിയും പനീർ കറി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എഗ്ഗ്, ഫിഷ്, ചിക്കനൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ കറിയൊക്കെ ഇവിടുത്തെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. ഇതാ എന്തോന്നാ റെസ്റ്റോറൻറ്റ്? ശിവമുരുക റെസ്റ്റോറൻറ്റ്. ഞാൻ ഒരെണ്ണം ചപ്പാത്തിയും ഒരു കടായി പനീറും പറഞ്ഞു. രണ്ട് ചപ്പാത്തി. വലിയ ചപ്പാത്തി. ഇത്ര ചപ്പാത്തി എനിക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുമല്ലോ. ഒരെണ്ണം തട്ടാ കറിയാവൂലേ? ഏട്ടൻ പനീർ കഴിക്കില്ല, പക്ഷെ എനിക്ക് വേണം. അതുകൊണ്ട് പിന്നെ കഷ്ണം ഞാനും കറി ഏട്ടനും. പനീർ ധാരാളം കഴിച്ചോളാൻ പറഞ്ഞു. എന്തൊക്കെ ത്യാഗം സഹിച്ചാലും ജീവിക്കാല്ലേ. നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ഓ ചൂട് സോഫ്റ്റ് ചപ്പാത്തി. നേരം സേലം. ഇവിടുന്ന് നേരെ സേലം. ഉൾക്കിളി പോയി നേരെ സേലം. ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ എന്നല്ലേ? ഇപ്പോൾ നല്ല വെയിൽ ഗൈസ്. 3 മണിയായി. നമ്മൾ സേലം ടൗൺ എത്തിയില്ല. അതിന് മുന്നേ ഒരു പറഞ്ഞ പോലെ ഗ്രാമത്തിലൂടെ പോവാണ്. അവിടെയും നെയ്ത്തശാലകൾ നിറയെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ ചെന്ന് ഇനി എന്താണെന്ന് നോക്കട്ടെ. വേറൊരു കുഞ്ഞു ഗ്രാമത്തിലോട്ട് പോവുകയാണ് നമ്മൾ. നെയ്ത്ത് ഗ്രാമം. ഗൂഗിൾ മാപ്പ് വഴി പറയണു, ഞങ്ങൾ പോകുന്നു. കാട്ടുപോത്തല്ല, നാട്ടുപോത്തായിരുന്നത്. പശു. പക്കാ ഗ്രാമം കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചെട്ടിനാട് സാരി വാങ്ങിയത് പോലൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് റോഡിന്റെ അടുത്തായിരുന്നു. ഇത്ര ദൂരം വരണ്ടായിരുന്നു. നമുക്ക് ആട് കുട്ടികളല്ലേ? പശു കുട്ടികളാണ്. എനിക്കൊന്ന് ഷോർട്ട് കട്ട് കാണിക്കണേ. 7 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഈ റോഡ് 1.5 കിലോമീറ്റർ. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. നിറയെ ആടുകാലം തട്ടിയാൽ നമ്മൾ ആടിന്റെ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ പ്രസവിച്ചിട്ട് ആട്ടുകുട്ടികൾ വരെ ഉണ്ട്. ആ കുട്ടി ആടിക്കുന്നോണ്ട് കാല് കെട്ടിയിട്ടേക്കാണ് ദൂരോട്ടൊന്നും പോവാതിരിക്കുക. ഇത് കപ്പ കൃഷിയാണ്. കപ്പ 2 സൈഡിലും ഉണ്ട് കപ്പ. നമ്മളതേ ഹൈവേയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഈ റോഡ് 75 കിലോമീറ്റർ കാണിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ട് കയറ്റിച്ചത്. നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്താറായി. ഇനി ഒരു 3 കിലോമീറ്ററൂടെ ഉള്ളൂ. ഈ വരുന്ന വഴിക്കെല്ലാം നമ്മൾ കുറേ കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ അപ്പുറം തന്നെ ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ അവർ ഈ നെയ്യണ സാധനമില്ലേ, തറി എന്നാണ് ഏട്ടൻ പറയുന്നത്, എനിക്കറിഞ്ഞൂടാ. അത് വെച്ച് ഇങ്ങനെ പോകുന്നത് കുറേ പേരിങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം നമ്മൾ ഈ വില്ലേജിനകത്തോട്ട് കയറിയപ്പോൾ മുതൽ തന്നെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞ് കുറേ കടകൾ കണ്ടു. നമുക്ക് ഇപ്പോൾ അറിവുള്ളൊരു കടയിലേക്കാണ് പോകുന്നത്. അവർ പറഞ്ഞു വിട്ടൊരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇവിടെ നിറയെ കടകളുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും, അവിടെയൊക്കെ ചെട്ടിനാട് സാരികൾ മാത്രമാണ് കൂടുതലും വേവ് ചെയ്യണത്. ഇവിടെ നെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ തരം സാരികളും നെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ അവിടെയും പോയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സേലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സിറ്റി അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ സേലത്തുള്ള ഒരു നെയ്ത്ത് ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. വലിയൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ്. നമ്മൾ അവർ പറഞ്ഞ ഷോപ്പിലും കയറി. ഇവിടെ ഒരു 10,000-ഓളം നെയ്ത്ത് കടകളും അല്ലാതെ തുണി വിൽക്കുന്ന കടകളായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിനി ഏത് കയറും എന്നുള്ള കൺഫ്യൂഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കെ. 5,000-ഓളം എന്നാണ് അവർ പറഞ്ഞത്. കുഞ്ഞും വലുതുമായിട്ടുള്ള കടകളൊക്കെ
പോലെ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഓരോരുത്തരും നമ്മളെ വിളിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തായിട്ട് പോവുകയാണ്. അപ്പോൾ എവിടെ പോവും എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ നടക്കുകയാണ്. സത്യമായിട്ടും മെനിങ്ങാന്ന് നമ്മുടെ ബീഫൊക്കെ വാങ്ങാൻ പോയി ആ വെയിലത്ത് പോയി വന്ന ശേഷം 2 ദിവസം കൊണ്ട് എനിക്ക് തലവേദനയാണ് കേട്ടോ. ആരോടും പുറത്ത് പറയാൻ പറ്റത്തില്ല. അഹങ്കാരത്തിന് വെയിലും കൊണ്ട് ബുള്ളറ്റിലൊക്കെ പോയി തലവേദന വന്നതിന് നമ്മളെന്താ പറയുക. പിന്നെ ഇന്ന് രാവിലെ 2:30 മണിയായപ്പോൾ എണീറ്റ് കേട്ടോ. 3:30 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അതിൻ്റെയൊക്കെ ക്ഷീണവും ഡയറ്റും കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അവസാനം ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല, ഞാനൊരു കോഫി കുടിച്ചോട്ടെ. തലവേദനയും ഭയങ്കര ഒരു ക്ഷീണവും കേട്ടോ, ഫുഡ് ഡയറ്റും കൂടി ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത്ര നിർബന്ധമാണെങ്കിൽ ഡയറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും, പിന്നെ തലവേദനയാണെങ്കിൽ ഒരു കോഫി കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ കോഫി കുടിച്ചായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട്. നമുക്ക് വീട്ടിലാണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നോട് കരിക്കൊന്നും കഴിക്കില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ കരിക്ക് വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ കരിക്കൊക്കെ കുടിച്ചത്. നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഒരു ടീ വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ആ ചേച്ചി കൂടെ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തേ. ഇവിടെ എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഇങ്ങനെ നാരങ്ങ മുറിച്ച് സിന്ദൂരോ എന്തോ തൊട്ടിങ്ങനെ വെച്ചിരിക്കും കേട്ടോ. മഞ്ഞൾ സിന്ദൂരമല്ല, നാരങ്ങ കീറിയിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞൾ തൊട്ട് വയ്ക്കുമ്പോൾ റെഡ് കളറിലാകുന്നതാണ്. എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഉണ്ട്. അങ്ങനെ കയറി അവസാനം ഒരു ഗൗതം എന്ന് പറഞ്ഞൊരു പയ്യനെ കണ്ടു. അവൻ നമ്മളൊരു കടയിൽ കൂട്ടിക്കൊണ്ട് പോയിട്ടോ. അവിടെ ചെട്ടിനാട് കോട്ടൺ സാരികളും മറ്റ് സാരികളുമായിട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെട്ടിനാട് കോട്ടൺ, പിന്നെ കോലാപ്പൂരി കോട്ടൺ, പിന്നെ വെങ്കിട്ടരാമ കോട്ടൺ, അങ്ങനത്തെ കോട്ടൺ, കല്യാണി കോട്ടൺ, ഇഷ്ടം പോലെ. ഞാൻ അന്വേഷിച്ച് നടന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ നെയ്യുന്നതാട്ടോ. അപ്പോൾ ഇവിടെ ഹാൻഡ്ലൂം കൈത്തറി വരുന്നത് വേറൊരു സ്ഥലത്താണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ സേലത്ത് ഏറ്റവും കൂടുതൽ കോട്ടൺ സാരികളൊന്നും അവൈലബിൾ അല്ല. ഏറ്റവും കൂടുതലുള്ളത് ഈ സോഫ്റ്റ് സിൽക്ക് സാരികളാണ് ഇവിടെ ഏറ്റവും മേക്ക് ചെയ്യുന്നത്. പിന്നെ ചില കടകളിൽ ഞാൻ പറഞ്ഞില്ല 5000-ഓളം കടകളുണ്ട്. 5000-ൽ കൂടുതലും ഉള്ളത് സോഫ്റ്റ് സിൽക്കാണ്. പിന്നെ ചില കടകളിൽ ഇതുപോലുള്ള ഹാൻഡ്ലൂമും ഉണ്ട് കേട്ടോ. ഈ ഒരു കോട്ടൺ സാധനങ്ങളും ഹാൻഡ്ലൂം ചെയ്യാറുണ്ട്. അങ്ങനെ ഹാൻഡ്ലൂം ചെയ്ത ഒരു കടയിലാണ് നമ്മൾ കയറിയത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെട്ടിനാട് കോട്ടൺ ഉണ്ട്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തു, വെങ്കിട്ടഗിരി കോട്ടൺ, കോലാലംപൂർ മലേഷ്യയിലല്ലേ, കോലാപൂർ കോട്ടൺ. അപ്പം ഇവർ പറയണം മലേഷ്യയിലൊക്കെ ഒരുപാട് മലയാളീസ് ഇല്ലേ, ഇപ്പോൾ ദീപാവലിക്ക് വന്ന ബൾക്കായിട്ട് കുറേ മാത്രം ഇവിടെ നിന്ന് ഇതുപോലുള്ള കോലാപൂർ സാരി, വെങ്കിട്ടഗിരി സാരി, ചെട്ടിനാട് കോട്ടൺ സാരി എല്ലാം ബൾക്കായിട്ട് പോയി ഈ ദീപാവലി ആയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാലേ കളക്ഷൻസ് വരൂ. ഇപ്പോൾ ഉള്ള കളക്ഷൻസാണ് അവർ കാണിച്ചു തന്നത്. ഇനി നെക്സ്റ്റ് ടൈം കളക്ഷൻസ് വരുമ്പോൾ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ കളക്ഷൻസ്. നമ്മൾ ചെട്ടിനാട് പോയതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ സത്യമായിട്ടും. പിന്നെ ചെട്ടിനാടിൽ നിന്ന് എടുക്കണ്ട, ഇവിടെ തന്നെ ചെട്ടിനാട് സാരികളും എല്ലാം എടുക്കാമെന്ന് കരുതി. നമുക്ക് നല്ല കളർ കോമ്പിനേഷനിൽ നല്ല മെറ്റീരിയൽ കിട്ടുന്ന നല്ല സാരികൾ എവിടെയാണോ അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ചെട്ടിനാടിൽ നിന്നും വാങ്ങി. അപ്പോൾ ഇപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ അവിടത്തെക്കാട്ടി നല്ല കളക്ഷൻസും മെറ്റീരിയലും ചെട്ടിനാട് ഉണ്ടാക്കുന്ന അതേ സെയിം സാധനം തന്നെ കേട്ടോ. സെയിം സാധനം കുറച്ചുകൂടെ വൈറ്റ് കളക്ഷൻസിൽ, വെറൈറ്റി ഓഫ് കളക്ഷൻസിൽ നല്ല കളർ കോമ്പിനേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന സാരികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായതുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. കാരണം ഞാൻ വീഡിയോസിൽ ഇങ്ങനെ സാരീസൊക്കെ കാണിക്കുമ്പോൾ അതപ്പോൾ തന്നെ സെയിലായി പോവാറുണ്ട്. എനിക്ക് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പിന്നെ ഒരു വീഡിയോ ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ സെയിലാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഇതെല്ലാം വിത്ത് ബ്ലൗസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരീസ് ഞാൻ ഈ കാണിക്കുന്നതിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ചെയ്യുക. സാരിയുടെ കാര്യത്തിന് മാത്രം ദയവായിട്ട് വാട്സപ്പ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വാട്സപ്പ് ചെയ്യുന്നതെന്ന്. ഒരു ദിവസം നിങ്ങളുടെ ഫോണിൽ തന്നെ 100 മെസ്സേജസ് ആ ഇഷ്ടം അറിയിച്ചുകൊണ്ട് വരുമ്പോൾ എത്രത്തോളം നമുക്ക് ഇറിറ്റേറ്റ് ആവും. അതിനോടൊപ്പം നമ്മുടെ ബിസിനസ് നമുക്ക് കൂടെ നോക്കണ്ടേ. ആ ബിസിനസ് ഫോണിൽ ഇങ്ങനത്തെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ
മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ ഈ എടുത്ത സാരികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ, വസ്ത്രയുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരുന്നതാവും കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് സാരീസ് എല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും 500 രൂപയോ 200 രൂപയോ 300 രൂപയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. 1000 എബോവ് ആണ് എന്ന് പറഞ്ഞിട്ട് 1000 ഒരു 200 റേഞ്ച്, 1100 റേഞ്ച്, 1150 റേഞ്ച് അങ്ങനെയൊക്കെ കേട്ടോ. ഒരു സാരികളും അത്യാവശ്യം ഭംഗിയുള്ള നല്ല ഇതുപോലുള്ള ചെട്ടിനാട് കോട്ടൺ സാരികളാണെങ്കിലും കല്യാണി കോട്ടൺ സാരികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മൾ പൈസ കൊടുത്താലേ നമുക്ക് നല്ല സാധനം വേണമെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പം നല്ല സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 1300, 1200, 1000 അത് 1200-നുള്ളിലേക്കുള്ളൂ കേട്ടോ എല്ലാ സാരീസും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വസ്ത്രം തുടങ്ങിയ ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയി എടുത്തിട്ടാണ് ഉള്ളത് സാരീസ് എല്ലാം. സാരീസ് ആണെങ്കിലും കോട്ട് സെറ്റുകളാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം നമുക്ക് ഈ മെറ്റീരിയൽ പോവും, ഈ കോട്ട് സെറ്റുകൾ അധികം പോകത്തില്ല കേട്ടോ. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പോകാനായിട്ട്. സൈസിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. എക്സലും XXL ലാർജും ഒക്കെ പോവും, മീഡിയം സ്മോൾ ഒന്നും പോവില്ല. നമുക്ക് എടുക്കുമ്പോൾ ഒരു സെറ്റായിട്ട് എടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് കോട്ട് സെറ്റ് എടുക്കൽ ഇനി ഞാൻ കുറച്ചിട്ട് സാരി മെറ്റീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, പക്ഷെ അത് ഞാൻ അന്വേഷിച്ച് നടന്നില്ല. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച് വന്ന സാരികളും മറ്റും കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ ചെന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എല്ലാത്തിലൊക്കെ പോസ്റ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗൗതമിനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് ഗൗതം നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിച്ച സാരി, പല കടകളിലും നിറയെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാരി പല സ്ഥലങ്ങളിലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ വന്ന് ചെട്ടിനാട് സാരികളൊക്കെ നോക്കി. അപ്പോൾ ചെട്ടിനാട് സാരികളൊക്കെ ഉണ്ട്. കൂടുതലും ചെട്ടിനാട് സാരി എന്ന് പറയുന്നത് ചെക്ക് സാധനം കേട്ടോ. അതെല്ലായിടത്തും ഉണ്ട്. ചെക്ക് സാധനം നമുക്ക് കേരളത്തിൽ പോവില്ല. അതുകൊണ്ട് ചെക്ക് ഐറ്റംസ് ഇല്ലാത്ത ഇങ്ങനത്തെയൊക്കെ നോക്കി നടക്കുമായിരുന്നു. ഗൗതമിന് നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി ഗൗതമൻ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അടുത്ത് കുറച്ച് കല്യാണി കോട്ടൺസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കല്യാണി കോട്ടനൊക്കെ നമുക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ള സാരിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ്. ഇപ്പോൾ കല്യാണ സീസണൊക്കെ വരികയല്ലേ, അതുകൊണ്ടാണ് കുറച്ച് എല്ലാം നല്ല വലിയ ബോർഡറൊക്കെ വരുന്ന, നല്ല ഗോൾഡൻ കളറിൽ ബോർഡറൊക്കെ വരുന്ന, നല്ല ഹെവി ബോർഡറൊക്കെ വരുന്ന, നല്ല മുന്താണിയും വിത്ത് ബ്ലൗസ് പീസും ഒക്കെ ആയിട്ടുള്ള സാരീസാണ് എടുത്തത് കേട്ടോ. അങ്ങനെ സേലത്ത് എനിക്കൊരു അടിപൊളി ഡീലറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഞാൻ ടൈപ്പ് ആയ കേട്ടോ. ഫോട്ടോസൊക്കെ ഇനി പുതിയ കളക്ഷൻസ് വരുമ്പോൾ അയച്ചു തരാം. ഇതെല്ലാം ചെട്ടിനാട് സാരീസ് ആട്ടോ ഇരിക്കുന്നത്. എല്ലാം എനിക്ക് തോന്നുന്നു അവിടത്തെ കാട്ടി ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് കല്യാണി കോട്ടൺ സാരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉള്ള സാരി ആയിരുന്നു. അത് ഞാൻ ചെട്ടിനാട് നാട്ടോ കല്യാണി കോട്ടൺ അന്ന് എടുത്തത്. ഇന്നിപ്പോൾ ചെന്നപ്പോൾ ചെട്ടിനാട് ഇല്ല. അത് ഞാൻ അന്ന് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ചേറെ കളർ കോമ്പിനേഷനിലുള്ള കല്യാണി കോട്ടൺ സാരീസ് എടുത്തു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാരി ആട്ടോ കല്യാണി കോട്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈൻസ് വരുന്ന ടൈപ്പ് ഉണ്ട്, അത് ഇവിടെ ഇല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ദീപാവലിയൊക്കെ ആയപ്പോൾ എല്ലാ കടകളിലും സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് കേട്ടോ പറയുന്നത്. അവരിനി അടുത്ത് നെയ്തൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. നെയ്തൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് സമയങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കില്ലേ. അപ്പോൾ പയ്യെ നെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് സാരികളെല്ലാം എടുത്തു. ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ, ആവശ്യമുള്ള കുറച്ച് സാരികളെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കല്യാണി കോട്ടൻ്റെ ലൈൻസ് വരുന്ന പാറ്റേൺ ഉണ്ട് കേട്ടോ. അതും അത് ലൈൻസ് വരുന്നത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പ്ലെയിൻ വെയർ കുറച്ച് റേറ്റ് കുറവാണ്. മീൻസ് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് മഹേശ്വരി കോട്ടൺ സാരീസ്. അതിൽ ബൂട്ട വർക്ക്സ് ഒക്കെ വരുന്ന മഹേശ്വരി കോട്ടൺ സാരി കുറച്ചെടുത്തായിരുന്നു. ഇവിടെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ കോട്ടൺ സാരികൾ വേവ് ചെയ്യത്തില്ല. അപ്പോൾ കുറച്ചൊന്ന് അന്വേഷിച്ച് നടന്നാൽ മാത്രമേ ഒറിജിനൽ സാധനം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അന്വേഷിച്ച് നടക്കണം. ഇതെല്ലാവരും അവരെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ സാരീസ് എല്ലാം കുറച്ച് മഹേശ്വരി കോട്ടനും ചെക്ക് ഐറ്റംസ് കല്യാണി കോട്ടനും ഒക്കെ എടുത്തു. അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ദിയാകൃഷ്ണയൊക്കെ സെയിൽ ചെയ്യുന്ന മയിൽപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരു സാരി അവരിപ്പോൾ നെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. എന്നോട് പറഞ്ഞു ഒരു ദിവസം വെയിറ്റ് ചെയ്താലേ ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഒറ്റൊരു പീസ് മതി എടുത്ത് തരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അവരതിൻ്റെ ഒറ്റൊരു പീസ് എനിക്ക് സെറ്റാക്കി തന്നു. ഇത് ശരിക്കും സാമുദ്രിക പട്ടാണ്. ഇതിൻ്റെ കളറിനെയാണ് മയിൽപ്പട്ടെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങളൂടെ മനസ്സിലാക്കാൻ പറ്റി. ബേറപ്പട്ടിലും ഇതുപോലെ മയിൽപ്പട്ട് വരും, സാമുദ്രിക പട്ടിലും ഇതുപോലെ മയിൽപ്പട്ട് വരും. ഈ കളറിനെയാണ് മയിൽപ്പട്ടെന്ന് പറയുന്നത്. ഇത് സാമുദ്രിക പട്ടിൻ്റെ മയിൽപ്പട്ടാണ്. നമ്മുടെ ഇതിൽ 1600 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒറ്റ പീസേ ഉള്ളൂ. ഈ ഒരു കളറും ഉണ്ട്. ഈ ഒരു കളറിനെ മയിൽപ്പട്ടെന്നും പറയും. ഇതിൻ്റെ ഒരു പിങ്ക് കളറോട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവേ.
പിന്നെ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കുബേരപ്പട്ടിൻ്റെ മയിൽപ്പട്ടം നമ്മൾ ഒറ്റൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും കൂടുതൽ എടുക്കാമെന്ന് കരുതി. അതും 1200 റേഞ്ചിന് എന്തോ അതും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വേറൊരു ടീം 1 gram ഗോൾഡിൻ്റെ സാരി സെയിൽ ചെയ്യുന്ന കണ്ടായിരുന്നു. അത് ഞാൻ ഗൗതമിനോട് ചോദിച്ചപ്പോൾ അതും ഈ ഏരിയയിലുണ്ട്. അത് വേറൊരു കടയിലാണ്, അവിടെ പോകാമെന്ന് പറഞ്ഞ് അവിടെ പോയി ഞാൻ 1 gram ഗോൾഡിൻ്റെ ഒരു 4-5 സാരി എടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം എനിക്ക് സെയിൽ ആവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു 5-6 പീസേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാവുന്നതാണേ. അങ്ങനെ വന്നു, ഇഷ്ടത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഹാൻഡ് പിക്ക് ചെയ്ത കുറച്ച് സാരികളായിട്ട് തിരികെ വീട്ടിൽ പോവുകയാണ്. ഇനി അങ്ങോട്ട് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഒത്തിരി അങ്ങ് ടയേർഡായി പോയി. പിന്നെ എനിക്ക് ഒന്നിനും വയ്യായിരുന്നു. ഇവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ 1 gram ഗോൾഡ് സാരിയൊക്കെ എടുത്ത ശേഷം തിരിച്ച് വീട്ടിൽ പോയിട്ടോ. ഇതാണ് 1 gram ഗോൾഡ് സാരി. ആ സാരിയുടെ പേരങ്ങനെയാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ സാരിയൊക്കെ ഞാൻ എടുത്തതാണ് 1 gram ഗോൾഡ്. പിന്നെ നമ്മുടെ നിത അംബാനിയുടെ സാരി 2 പീസ് എടുത്തു. അതും എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് പീസസ് എടുത്ത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ അതനുസരിച്ച് നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പറയുക, എടുക്കുക. നമുക്ക് ഒറ്റ പീസേ ഉള്ളൂ എന്നുള്ള പറഞ്ഞിട്ട് വിഷമമൊന്നും വേണ്ട. നമുക്ക് വീണ്ടും അതിനെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യാത്ര, ഞാൻ എടുത്ത സാരീസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണേ. നാളത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത സാരീസും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളത് കാണിച്ചു തരാം. ചിലപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സാരീസ് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ സെയിലാവാറുണ്ട്. അപ്പോൾ സെയിലാവാത്ത സാരീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ സേലം വിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.